നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം ആഞ്ഞു വീശുമെന്ന് ഉറപ്പായതോടെ പിണറായി മന്ത്രിസഭയിലെ എത്ര മന്ത്രിമാർ പച്ചതൊടും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയും ആരംഭിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകൻ മുഹമ്മദ് റിയാസും ചെങ്ങന്നൂർ MLA കൂടിയായ മന്ത്രി സജി ചെറിയാനും ഒഴികെ CPMലെ എല്ലാ മന്ത്രിമാരും തോറ്റമ്പുമെന്നാണ് റിപ്പോർട്ടുകൾ. CPIയിൽ നിന്നും മന്ത്രി ചിഞ്ചു റാണി ഒഴികെ എല്ലാവരും രക്ഷപ്പെട്ടേക്കും. പിന്നെ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു മന്ത്രി AK ശശീന്ദ്രൻ മാത്രമാണ്. CPI മന്ത്രിമാരെ K രാജൻ, GR അനിൽ, P പ്രസാദ് എന്നിവർ പരിക്കേൽക്കാതെ രക്ഷപ്പെടും. P പ്രസാദ് ഇഞ്ചോടിഞ്ചു പോരാട്ടത്തെ നേരിടുകയാണ്. ജയിക്കാനും തോൽക്കാനും സാധ്യതയുണ്ട്. എന്നാൽ GR അനിലും K രാജനും വിജയിക്കും. ചിഞ്ചു റാണി തോൽവി ഉറപ്പാക്കിയിട്ടുണ്ട്. ഇടുക്കിയിൽ മത്സരിക്കുന്ന കേരള കോൺഗ്രസിന്റെ ഏക മന്ത്രി റോഷി അഗസ്റ്റിൻ അതിദയനീയമായി പരാജയപ്പെടും എന്ന് തന്നെയാണ് ഗ്രൗണ്ട് റിപ്പോർട്ട്. റോയ് K പൗലോസ് എന്ന കോൺഗ്രസ് നേതാവ് ഇടുക്കിയിൽ ഇക്കുറി വിജയം ഉറപ്പാക്കുമ്പോൾ കേരള കോൺഗ്രസിൽ തന്നെ വഴിത്തിരിവുണ്ടാവുന്ന തരത്തിൽ റോഷി അഗസ്റ്റിൻ തോൽവിയടയും. കഴിഞ്ഞ 25 വർഷമായി റോഷി ഇടുക്കിയിലെ MLA ആണ്. ഇടുക്കി എന്ന വലിയ മണ്ഡലത്തെക്കുറിച്ച് റോഷിക്ക് അറിയാവുന്നതുപോലെ മറ്റൊരു നേതാവിനും പരിചയമില്ല. മന്ത്രി എന്ന നിലയിൽ റോഷി പ്രവർത്തിക്കാൻ ഇറങ്ങിയപ്പോൾ മുമ്പ് 20 വർഷം പ്രവർത്തിച്ചതുപോലെ മണ്ഡലത്തിൽ സജീവമാകാൻ കഴിഞ്ഞില്ല. റോഷിയുടെ തോൽവി ഉറപ്പാണെന്നാണ് മണ്ഡലത്തിൽ നിന്ന് റിപ്പോർട്ടുകൾ. തൻ്റെ മണ്ഡലത്തിൽ ജയിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് മന്ത്രി V അബ്ദുൾ റഹ്മാൻ സീറ്റ് പ്രഖ്യാപിച്ചിട്ടും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാതിരുന്നത്. പിന്നീട് മനസ്സോടെ CPM മണ്ഡലം മാറിക്കൊടുത്തെങ്കിലും അതിദയനീയമായ തോൽവിയാണ് അബ്ദുൾ റഹ്മാനെ കാത്തിരിക്കുന്നത് എന്ന് തന്നെ ഗ്രൗണ്ട് റിയാലിറ്റി പറയുന്നു. മലപ്പുറത്ത് CPM സ്ഥിരമായി ജയിക്കുന്ന പൊന്നാനി അടക്കം ഒരു മണ്ഡലത്തിലും ഇക്കുറി ജയിക്കാതിരിക്കവേ അബ്ദുൾ റഹ്മാന്റെ തോൽവി 100% ഉറപ്പാണ്. 25 കൊല്ലം പത്തനാപുരത്ത് MLA ആയിരുന്ന ഗണേഷ് കുമാർ ഒന്നിലധികം തവണ മന്ത്രിയുമായിട്ടുണ്ട്. എന്നാൽ ഇക്കുറി ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് മുൻപിൽ ഗണേഷ് കുമാറിന്റെ കാലിടറുമെന്ന് തന്നെയാണ് പത്തനാപുരത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ. ഗണേഷ് കുമാറിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് ജ്യോതികുമാർ. കണ്ണൂരിൽ കടന്നപ്പള്ളി രാമചന്ദ്രനെ നിലം തൊടാൻ പോലും കഴിയാത്ത വിധത്തിൽ TO മോഹൻ നിഗ്രഹിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. കടന്നപ്പള്ളിയുടെ അവസാന രാഷ്ട്രീയ മത്സരമായി ഇത് മാറുമെന്നും തന്നെ കണ്ണൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വയനാട്ടിൽ നിന്നും അവസാന നിമിഷം മന്ത്രിയായ OR കേളുവിനെ കാത്തിരിക്കുന്നതും ഇക്കുറി തോൽവി തന്നെയാണ്. ഒരു തരത്തിലും പേരുദോഷം കേൾപ്പിച്ചിട്ടില്ലെങ്കിലും കേളുവിനൊപ്പമല്ല ഇക്കുറി മാനന്തവാടിക്കാർ എന്ന് തീർച്ച. ഏറ്റവും വലിയ അട്ടിമറി നടക്കുന്നത് ഏറ്റുമാനൂർ VN വാസവന്റെ കാര്യത്തിലാവും. VN വാസവനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ മുറുമുറുപ്പുണ്ട്. VN വാസവനെ മലർത്തി അടിച്ച് നാട്ടകം സുരേഷ് വിജയിക്കുമെന്ന് ഉറപ്പാണെന്നാണ് ഏറ്റുമാനൂർ എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ മന്ത്രി ബിന്ദുവിന്റെ കാര്യം പറയുകയേ വേണ്ട. ഒരുപക്ഷെ ഈ മന്ത്രിസഭയിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടുന്ന 3 പേരിൽ ഒരാൾ മന്ത്രി ബിന്ദു തന്നെയാവും. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ ഭാര്യ എന്ന ആനുകൂല്യത്തിൽ മാത്രം സീറ്റ് കിട്ടുകയും ആദ്യ തവണ തന്നെ മന്ത്രിയാകുകയും ചെയ്ത ബിന്ദുവിനെതിരെ അതിശക്തമായ വികാരമാണ് മണ്ഡലത്തിലുള്ളത്. ബിന്ദു നിലം തൊടാതെ 8 നിലയിൽ പൊട്ടും എന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തോമസ് ഉണ്ണിയാടന് തന്നെയായിരിക്കും ഇക്കുറി വിജയം. കൊട്ടാരക്കരയിൽ ധനമന്ത്രി ബാലഗോപാലും കളമശ്ശേരിയിൽ വ്യവസായ മന്ത്രി P രാജീവും തോൽക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. രണ്ടുപേരും CPMന്റെ ഭാവി സംസ്ഥാന സെക്രട്ടറിമാരും ഒരുപക്ഷെ ഭരണം നഷ്ടപ്പെട്ടാൽ പ്രതിപക്ഷ നേതാക്കളും ആവുമെന്ന് കണക്കാക്കപ്പെടുന്നു. എന്നാൽ രണ്ടുപേരെയും കാത്തിരിക്കുന്നത് വമ്പൻ തോൽവിയാണ് എന്ന സൂചന പുറത്തു വരുന്നു. കളമശ്ശേരിയിൽ P രാജീവ് പഠിച്ച പണി 18 നോക്കിയിട്ടും നിലം തൊടാൻ കഴിയുന്നില്ല. മുസ്ലിം ലീഗിന്റെ ഗഫൂർ എന്ന സ്ഥാനാർത്ഥിക്ക് ഒട്ടും ജനപ്രീതിയില്ലെങ്കിലും രാജീവിനെതിരാണ് ജനവികാരം എന്ന് വ്യക്തം. ബാലഗോപാലിനെതിരെ മുൻ കൊട്ടാരക്കര MLA കൂടിയായ ആയിഷ പോറ്റി ഇറക്കിയത് ഫലപ്രദമായെന്നും ബാലഗോപാലിനെ അട്ടിമറിക്കാൻ പോറ്റിക്ക് കഴിയുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഏറ്റവും വലിയ അട്ടിമറി നടക്കുന്നത് തൃത്താലയിലും ആറന്മുളയിലുമാവും. സൗമ്യനായ MP രാജേഷിനെ തൃത്താലക്കാർ മലർത്തി അടിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. VT ബൽറാമും MP രാജേഷും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ MP രാജേഷ് ഇക്കുറി അതിദയനീയമായി പരാജയപ്പെടുമെന്നും 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ VT ബൽറാം ജയിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വീണ ജോർജിന്റെ സ്ഥിതി അതിനേക്കാൾ ദയനീയമാണ്. വീണ ജോർജും അബിൻ വർക്കയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ആറന്മുളയിൽ കുറഞ്ഞത് 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അബിൻ വർക്ക് ജയിക്കുമെന്നാണ് റിപ്പോർട്ട്. മന്ത്രിമാരിൽ ഏറ്റവും ദയനീയമായി തിരിച്ചടി ലഭിക്കുന്നത് വീണ ജോർജിനും MP രാജേഷിനും P ബിന്ദുവിനുമാകും എന്ന് തന്നെയാണ് റിപ്പോർട്ട്. ഈ പശ്ചാത്തലത്തിൽ CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പ്രതിപക്ഷ നേതാവായി ആരെ തെരഞ്ഞെടുക്കും എന്നതാണ്. സർവാധികാരിയായി കഴിഞ്ഞ 10 വർഷം നാടുഭരിച്ച പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി പയറ്റാനുള്ള സാധ്യത ആരും കാണുന്നില്ല. തോൽവി ഉറപ്പായി കഴിഞ്ഞാൽ ചികിത്സയുടെ പേര് പറഞ്ഞ് പിണറായി വിജയൻ
അമേരിക്കയിലേക്ക് മുങ്ങിയെന്ന് വരാം. ഒരുപക്ഷെ MLA സ്ഥാനം പോലും രാജിവെച്ച് രാഷ്ട്രീയം ഒഴിയാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷ നേതാവാകാൻ രണ്ടുപേർ തമ്മിലാവും CPM-ൽ മത്സരം. മന്ത്രി മുഹമ്മദ് റിയാസും സജി ചെറിയാനും തമ്മിൽ. ഇതൊക്കെ വളരെ അവിശ്വസനീയമെന്ന് തോന്നുമെങ്കിലും ഇതൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നത് തന്നെയാണ് വാസ്തവം.